ക്വസ്റ്റ്യൻ നമ്പർ 21. അവിടെ പറഞ്ഞിരിക്കും നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ഐസോമറിക് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിങ് സ്റ്റീരിയോ ഐസോമേഴ്സ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീരിയോ ഐസോമേഴ്സ് കൂടെ ഉൾപ്പെടുത്തി ഫോംഡ് ബൈ മോണോക്ലോറിനേഷൻ ഓഫ് 2-methyl butane. ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ നമ്മൾ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഈ ടോപ്പിക് പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ 2-methyl butane അവരുടെ ഐസോമേഴ്സ് ആണ്. മോണോക്ലോറിനേഷൻ അല്ലെങ്കിൽ മോണോഹാലജനേറ്റഡ് പ്രോഡക്റ്റ് ആണ് അവിടെ ചോദിക്കുന്നത്. ക്ലോറിനേഷൻ ആണ് ചോദിക്കുന്നത്. ആദ്യമേ 2-methyl butane എന്ന് വരയ്ക്കാം. അപ്പോൾ CH3 CH2 CH3 1 2 3 4. അപ്പോൾ 2-methyl butane ആണ് ഈ കോമ്പൗണ്ട്. അപ്പം ഇയാളുടെ മോണോക്ലോറിനേഷൻ നടക്കുന്നു. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റം എൻവയോൺമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇവരുടെ പോസിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നോക്കാം. ഇതിലെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് നോക്കാം നമ്പർ 1. അപ്പം അവിടെ ക്ലോറിൻ വന്നു. അപ്പോൾ CH2 CH3 CH2 CH3 ഇതാണ് ഒരു പ്രോഡക്റ്റ്. അപ്പം 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കാർബണിൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നു, മോണോക്ലോറിനേഷൻ. അപ്പോൾ ഡിഫറൻറ്റ് കാർബൺ ആറ്റത്തെ എൻവയോൺമെൻറ്റിലുള്ള കാർബൺ ആറ്റത്തെ എടുക്കുക, അവിടെ ഹൈഡ്രജനെ മാറ്റി ക്ലോറിനെ ആഡ് ചെയ്യുക. ഈ താഴെയുള്ള ഈ CH3യിൽ ക്ലോറിൻ വന്നാലും സെയിം പ്രോഡക്റ്റ് തന്നെയാണ് റിസൾട്ട് ചെയ്യുന്നത്, സെയിം എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നതുകൊണ്ട്. സോ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ രണ്ടാമത്തെ കാർബണിനെ ഞാൻ സ്റ്റാർ ചെയ്യുന്നു. അയാളുടെ ഒരു വാലൻസി ഹൈഡ്രജൻ, അടുത്ത വാലൻസി CH3, അടുത്തത് ഈഥൈൽ ഗ്രൂപ്പ്, അടുത്തത് ക്ലോറിൻ വന്നിട്ടുള്ള CH2. 4 ഡിഫറൻറ്റ് വാലൻസിയാണ് വന്നിരിക്കുന്നത്. സോ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഇയാളെ നമുക്ക് ഡെക്സ്ട്രോയും ലീവോയും എടുത്ത് 2 എടുക്കാം. അപ്പോൾ 2 ഐസോമറാണ് ആ ഒന്നെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഐസോമേഴ്സ് 2 ആയിരിക്കും, ഒന്ന് Dയും ഒന്ന് Lയും, ഡെക്സ്ട്രോയും ലീവോയും. ഇനി ഏതാണ് സാധ്യത? അടുത്ത രണ്ടാമത്തെ കാർബണിലേക്ക് ക്ലോറിൻ കയറി വരാം. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കും? CH3 CCl CH3 CH2 CH3. അപ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് അവിടെ ക്ലോറിൻ വന്നിരിക്കുന്നത്. അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ഒരു കാർബൺ പോലും അവിടെ നമുക്ക് കൈറൽ കാർബണാറ്റത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കോമ്പൗണ്ട്, രണ്ടാമത്തെ പോസിബിലിറ്റി. ഇനി മൂന്നാമത്തെ കാർബണിലേക്ക് ക്ലോറിൻ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ കോമ്പൗണ്ട് എങ്ങനെ വരുന്നു? CH3 CH3 CHCl CH3. അപ്പം നോക്കാം, അവിടെ കൈറൽ കാർബണാറ്റം ഉണ്ട്. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്യുന്നു. അവിടെ ഒരു വാലൻസി ഹൈഡ്രജൻ, ഒരു വാലൻസി CH3, ഒരെണ്ണം വലിയൊരു ഗ്രൂപ്പ്, ഒരെണ്ണം ക്ലോറിൻ. അപ്പോൾ അവിടെ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഡെക്സ്ട്രോയും ലീവോ എടുക്കാം, 2 എടുക്കാം. ഇപ്പോൾ എത്ര ഐസോമറായി? ഇത് 2, ഇത് 4, ഇത് 1, 5. ഇനി ലാസ്റ്റ് കാർബണിൽ നമുക്ക് ക്ലോറിനെ കൊണ്ടുവരാം. അപ്പോൾ നാലാമത്തെ കോമ്പൗണ്ട് ഇങ്ങനെയാണ്: CH3 CH3 CH2 CH2Cl. അപ്പോൾ ഇത് നാലാമത്തെ കോമ്പൗണ്ടാണ്. അവിടെ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, കൈറൽ കാർബണാറ്റം അവിടെ ഇല്ല. അപ്പോൾ ടോട്ടൽ 6 സ്റ്റീരിയോ ഐസോമേഴ്സോടെ ചേർത്ത് മൊത്തം 6 പ്രോഡക്റ്റുകളാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. 6 ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മുടെ ബി പാർട്ടിലെ ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിൽ ഓപ്ഷൻ ഉണ്ട്, ബി പാർട്ടിൽ ഓപ്ഷൻ ഇല്ല. സോ ശരിയായ ഉത്തരം 6 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നും കണ്ടു പഠിക്കുക. ഓക്കെ.